അപ്പോൾ ഇന്നത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഡിസംബർ 3-ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഐക്യു 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടിൽ അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ സാംസങ്ങിൻ്റെ S25 Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം ഗീക്ക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 3160 പോയിൻറ്റും മൾട്ടി കോറിൽ 9941 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് അത്യാവശ്യം നല്ല സ്കോറൊക്കെ തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുമെന്നാണ്. അപ്പം S24 Plus എക്സിനോസിൻ്റെ പ്രോസസ്സറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ അതിന് പകരം വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 12 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ S25 സീരീസ് ഇപ്പം FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, S25-ൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും വരിക. പിന്നെ 9 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടേ ഇതിൽ വരുള്ളൂ. പക്ഷേ S25 Plus-ലും അതുപോലെ തന്നെ S25 Ultra-ലും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ S25 Ultra-ൽ UWB എന്നുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി വെർഷൻസിൽ അത് വന്നോളണം എന്നില്ല. പിന്നെ റിയൽമിയുടെ Neo 7 എന്നുള്ള സ്മാർട്ട് ഫോൺ ഡിസംബറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ചൈനീസ് മാർക്കറ്റിൽ. ഇതിൻ്റെ വില 2499 യുവാൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 29,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇപ്പം ഇതിൽ MediaTek Dimensity 9300 എന്ന പ്രോസസ്സറൊക്കെ വന്നേക്കാം. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രോസസ്സർ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ 6500 mAh കൂടുതൽ വരുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റി വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുമ്പുള്ള റിപ്പോർട്ടിൽ അനുസരിച്ചിട്ട് ഇതിൽ 7000 mAh ബാറ്ററി തന്നെ വന്നേക്കാം. പിന്നെ IP68-ലും ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് വരുന്നതായിരിക്കും. മിക്കവാറും IP69 റേറ്റിംഗ് ആയിരിക്കും ഇതിൽ വരിക. മുമ്പുള്ള റിപ്പോർട്ടിൽ അനുസരിച്ചിട്ട് ഇതിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഓസ്ട്രേലിയയിൽ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാനൊക്കെ പോകുന്ന ഒരു പുതിയ റൂള് വരാൻ പോകുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ഡിലേ ചെയ്യണം എന്ന് മെറ്റയും ഗൂഗിളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഡിസംബർ 9-ന് ഇന്ത്യൻ മാർക്കറ്റിൽ Redmi Note 14 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. Redmi Note 14 സീരീസിൻ്റെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകൾ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. Redmi Note 14 എന്നുള്ള ഫോണിൻ്റെ 6 GB റാം 128 GB ഇൻ്റേണൽ വെർഷൻ്റെ വില 21,999 രൂപയും 8 GB റാം 128 GB ഇൻ്റേണൽ വെർഷൻ്റെ വില 22,999 രൂപയും 8 GB റാം 256 GB ഇൻ്റേണൽ വെർഷൻ്റെ വില 24,999 രൂപയുമായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഒരു പ്രൈസിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് അത്ര നല്ലൊരു പ്രൈസിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇതിൽ MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക. അപ്പം ആ ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വില എക്സ്പെക്ട് ചെയ്യുന്നത് 15,000 ടു മാക്സിമം ഒരു 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ്. മിക്കവാറും ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് ഫോണിൻ്റെ ബോക്സിൻ്റെ മുകളിലുള്ള പ്രൈസിങ് ആയിരിക്കും. ഒറിജിനൽ പ്രൈസിങ് ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് ഒരു 15,000 ടു 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഈ ഫോൺ ലഭിച്ചേക്കാം. അതുപോലെ തന്നെ Redmi Note 14 Pro എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ 8 GB റാം 128 GB ഇൻ്റേണൽ വെർഷൻ്റെ വില 28,999 രൂപയും 8 GB റാം 256 GB ഇൻ്റേണൽ വെർഷൻ്റെ വില 30,999 രൂപയുമായിരിക്കും. ഇപ്പം ഇതിൽ MediaTek Dimensity 7300 Ultra എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം വില കുറച്ചും കൂടി കുറഞ്ഞിട്ട് വന്നേക്കാം. അപ്പം കേർഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ വില ഒരു 22,000 ടു 23,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ Redmi Note 14 Pro Plus-ൻ്റെ വില 8 GB റാം 128 GB ഇൻ്റേണൽ വെർഷന് 34,999 രൂപയും പിന്നെ 8 GB റാം 512 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരിക 39,999 രൂപയായിരിക്കും. അപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ കേർഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വില ഒരു 28,000 ടു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ റിയൽമിയുടെ Realme C75 എന്നുള്ള സ്മാർട്ട് ഫോൺ അനൗൺസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ ടെക് ന്യൂസിൽ പറഞ്ഞു. ഇപ്പം വിലയും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പം വിയറ്റ്നാമിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekൻ്റെ Helio G92 Max എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വില വരുന്നത് 18,900 രൂപ പ്രൈസ് റേഞ്ചിലാണ്.
ആ ഒരു വില കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ടെക്നോയുടെ ക്യാമോൺ 14 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫോണിന് സിംഗിൾ കോറിൽ 1034 പോയിൻറ്റും മൾട്ടി കോറിൽ 3257 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 2.5 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് വരുന്നത്. MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 8 GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഹോണറിൻ്റെ മാജിക് 6 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജിയോയുടെ 5G സപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ജിയോയുടെ 5G സപ്പോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പം സ്നാപ്ഡ്രാഗൺ 8 Gen 3 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. അപ്പം ഇതുവരെ ജിയോയുടെ 5G സപ്പോർട്ട് കൊടുക്കാത്തത് തന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ജിയോയുടെ 5G സപ്പോർട്ട് ഇപ്പം ഈ ഫോണിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നൂബിയയുടെ ഫ്ലിപ്പ് 2 എന്നുള്ള ഫ്ലിപ്പബിൾ ഫോൺ ഇപ്പോൾ ടെന്നയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.85 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് 3 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ വരും. പിന്നെ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 4500 mAh ബാറ്ററി ഇതിൽ വരും. പിന്നെ 6 GB RAM വെർഷനും 8 GB RAM വെർഷനും 12 GB RAM വെർഷനും ഇതിൽ വന്നേക്കാം. ഇന്റേണലിൻ്റെ കാര്യത്തിൽ 128 GB ഇന്റേണൽ വെർഷനും 256 GB ഇന്റേണൽ വെർഷനും 512 GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. വെയിറ്റ് വരിക 193 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.2 mm ആയിരിക്കും. പിന്നെ റെഡ്മിയുടെ KT സീരീസ് ഇപ്പം ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. KT സീരീസിൽ 2 ഫോണുകൾ വരുന്നുണ്ട്, KT അതുപോലെ തന്നെ KT പ്രോയും. അപ്പം ഈ ഫോണുകളിൽ 6.6 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. KT എന്നുള്ള സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 6550 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില വരുന്നത് 2499 യുവാനാണ്, അതായത് 29,100 രൂപ പ്രൈസ് റേഞ്ചിൽ. KT പ്രോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. പിന്നെ 50+32+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. വില വരുന്നത് 36,999 യുവാനാണ്, അതായത് 43,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പ്രൈസിംഗ് ഒക്കെ വളരെ മികച്ച പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ മൊബൈൽ ക്ലൗഡ് ഗെയിമിംഗ് ആയിട്ടുള്ള സാംസങ് ഗെയിമിംഗ് ഹബ്ബ് ഇപ്പം നോർത്ത് അമേരിക്കയിലൊക്കെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ക്ലൗഡ് ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. ചിലപ്പം ഇന്ത്യയിലോട്ടും ഈ ഒരു സർവീസ് എത്തിയേക്കാം. പിന്നെ OnePlus Ace 5ൻ്റെ ബോക്സിൻ്റെ ഇമേജസ് ഇപ്പം ലീക്ക് ആയിരിക്കുകയാണ്. അപ്പം ഡിസംബറിൽ Ace 5 സീരീസ് ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ Ace 5ൽ സെറാമിക് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മെറ്റൽ മിഡിൽ ഫ്രെയിം ആയിരിക്കും ഇതിൽ വരിക. മുമ്പുള്ള റിപ്പോർട്ടിലനുസരിച്ചിട്ട് Ace 5 സീരീസിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ Ace 5 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഹുവാവയുടെ Huawei Nova 13i എന്നുള്ള സ്മാർട്ട് ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിലും TUV സർട്ടിഫിക്കേഷൻ സൈറ്റിലും അതുപോലെ തന്നെ EEC സർട്ടിഫിക്കേഷൻ സൈറ്റിലും കാര്യങ്ങളിലൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹോണറിൻ്റെ 300 സീരീസിൽ വരുന്ന ഒരു ഫോൺ ഇപ്പം ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 2133 പോയിൻറ്റും മൾട്ടി കോറിൽ 6655 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരും. 16 GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഹോണറിൻ്റെ മാജിക് 7 Lite എന്നുള്ള സ്മാർട്ട് ഫോണും ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോറിൽ 934 പോയിൻറ്റും മൾട്ടി കോറിൽ 2764 പോയിൻറ്റുമാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ മെസു എന്ന കമ്പനിയുടെ M-Blue 21 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോൾ റഷ്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.79 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 13+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4900 mAh ബാറ്ററി വരുന്നുണ്ട്. വില വരുന്നത് 7500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. പിന്നെ ഗ്ലോബലി ഫോൾഡബിൾ ഫോൺസിൻ്റെ ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സാംസങ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം, 2ാം സ്ഥാനത്ത് ഹുവാവയാണ് വരുന്നത്. ഹുവാവയ്ക്ക് ഇത്രയും പാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ അവരിപ്പോഴും സെക്കൻഡിൽ തന്നെ ഉണ്ട്. പിന്നെ സാംസങ് ഫസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മെച്ചാണെന്നല്ല. ഇപ്പം മുമ്പ് 70% മാർക്കറ്റ് ഷെയർ ഉള്ളത് 56% കുറഞ്ഞിട്ടുണ്ട്. ഹുവാവയ്ക്ക് 13% ഉള്ളത് 15% കൂടിയിട്ടുണ്ട്. പിന്നെ 3ാം സ്ഥാനത്ത് ഹോണറാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മോട്ടറോളയാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസിൽ നോക്കാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.